പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് അറബിയിൽ വന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഏകദേശം 20 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ്. 2024 നടന്ന അലിഫ് അറബി ടാലൻറ്റ് ടെസ്റ്റിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം എന്ന പ്രശസ്തനായ കവിയാണ്. ഷായിറുൻ, അദ്ദേഹം കവിയാണ്. ഏത് രാജ്യത്തിൻ്റെ കവിയാണെന്നാണ് ചോദ്യം. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ഷായിറുൻ ഡാഷ്. ഓപ്ഷൻ ഇറാഖി, ഓപ്ഷൻ ബി മിസ്രി, ഓപ്ഷൻ സി ഹിന്ദി, ഓപ്ഷൻ ഡി സൗദി. ഏത് രാജ്യത്തിൻ്റെ കവിയാണ് ഹാഫിൽ ഇബ്രാഹിം? ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി മിസ്രി. അദ്ദേഹം ഈജിപ്ഷ്യൻ കവിയാണ്. ഈജിപ്തിലെ കവിയാണ് ഹാഫിൽ ഇബ്രാഹിം. രണ്ടാമത്തെ ചോദ്യം, അദാത്തുൽ ഇസ്തിഫാമി മിനൽ ആത്തിയ. ഇവിടെ കൊടുത്ത ഓപ്ഷനിൽ നിന്നും അദാത്തുൽ ഇസ്തിഫാമിൻ്റെ അടയാളം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കൈഫ, ഓപ്ഷൻ ബി അല, ഓപ്ഷൻ സി ഇന്ദ, ഓപ്ഷൻ ഡി തഹ്ത. ഇതിൽ ഏതാണ് ഇസ്തിഫാമിൻ്റെ അദാത്ത്? ഇസ്തിഫാം, ചോദ്യം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം നോക്കാം. ഓപ്ഷൻ എ കൈഫ എന്നതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസാസു കുല്ലി നജാഹിം വസആദ. എല്ലാ വിജയത്തിൻ്റെയും എല്ലാ സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം. നജാഹ് എന്ന് പറഞ്ഞാലും സആദത്ത് എന്ന് പറഞ്ഞാലും വിജയമാണ്. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ തുആം എന്നാണോ, ഓപ്ഷൻ ബി തഅക്കീദ് എന്നാണോ, ഓപ്ഷൻ സി മനാറത്ത് എന്നാണോ? മനാറത്ത് എന്ന് പറഞ്ഞാൽ മിനാരം. ഓപ്ഷൻ ഡി ഇൽമ്. ഏതാണ് എല്ലാ വിജയത്തിൻ്റെയും എല്ലാ ഉന്നതിയുടെയും നിദാനം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി അൽ ഇൽമ്, അറിവാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. നാലാമത്തെ ക്വസ്റ്റ്യൻ, അലൈന ഡാഷ് നുഹാഫിള അലൽ കലാം. അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അൻ നുഹാഫിള അലൽ കലാം, സംസാരം സൂക്ഷിക്കൽ. അവിടെ എന്താണ് വരിക? അൻ എന്നാണോ, ലം എന്നാണോ, ഇൻ എന്നാണോ? ഏതാണ് ഉത്തരം? അൻ എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ബി അൻ എന്നാണ് ഉത്തരം. മുളാരിന് മുമ്പിൽ അൻ എന്ന് വന്നാൽ മുളാരിൻ്റെ അവസാനത്തതിന് ഫത്തഹ് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ ഫത്തഹ് വന്നിട്ടുണ്ട്. മുളാരിന് ഫത്തഹ്, നുഹാഫിള എന്നതിന് ഫത്തഹ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫത്തഹ് കൊടുക്കാൻ കാരണം അൻ എന്നതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അൻ എന്നാണ് ഉത്തരം. ഇതിൽ അടുത്ത ഓപ്ഷൻ ലമ്മ്, ഇന്ന് ഇവ വന്നു കഴിഞ്ഞാൽ മുളാരിയായ ഫീലിന് എന്താണ് കൊടുക്കുക? സുക്കൂനാണ് വരിക, അല്ലേ? ലം എന്ന് വന്നാൽ ലം നുഹാഫിള് എന്നാണ് വരിക, അവസാനത്തിന് സുക്കൂനാണ് വരിക. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫതഹാണ് വന്നത്, അപ്പോൾ നമുക്ക് അൻ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മാ വസ്നു ഇസ്മു മഫ്ഊലി ലിഫിഅലി സക്കന. സക്കന എന്ന ഫീലിൻ്റെ ഇസ്മു മഫ്ഊൽ വസ്ന് ഏതാണ് എന്നാണ് ചോദ്യം. സക്കന എന്ന ഫീലിൻ്റെ ഇസ്മു മഫ്ഊൽ കണ്ടെത്തുക. സാക്കിന് എന്നാണോ, യസ്കുനു എന്നാണോ, ഉസ്കുൻ എന്നാണോ, മസ്കൂനി എന്നാണോ? ഏതാണ് ഇസ്മു മഫ്ഊൽ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി മസ്കൂൻ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 6, മബ്രൂക്ക് എന്നതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? കൺഗ്രാറ്റുലേഷൻ എന്നാണോ, എക്സ്ക്യൂസ് എന്നാണോ, വെൽക്കം എന്നാണോ, താങ്ക്സ് എന്നാണോ? ഏതാണ് മബ്രൂക്ക് എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ? ഓപ്ഷൻ എ കൺഗ്രാറ്റുലേഷൻ എന്നതാണ് മബ്രൂക്ക് എന്നതിൻ്റെ ട്രാൻസ്ലേഷൻ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യനാണ്. മയ്യിദ് ഷാസ്, ഒറ്റപ്പെട്ടത് ഏതാണെന്ന് വേർതിരിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ മുഖാത്തഅത്ത്, ഓപ്ഷൻ ബി ഷിബ്ഹു മുഖാത്തഅത്ത്, ഓപ്ഷൻ സി വിലായത്ത്, ഓപ്ഷൻ ഡി മിഅത്തഫ്. ഏതാണ് ഒറ്റപ്പെട്ടത്? മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ ജില്ല, ഷിബ്ഹു മുഖാത്തഅത്ത് പറഞ്ഞാൽ സബ് ജില്ല, വിലായത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം, മിഅത്തഫ് പറഞ്ഞാൽ കോട്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. മിഅത്തഫ് എന്നതാണ് ഒറ്റപ്പെട്ടത്. ഓപ്ഷൻ ഡി മിഅത്തഫ് ആണ് ഒറ്റപ്പെട്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ബഅദ എന്നതിൻ്റെ ലിദ് ഖബല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഖരീബ് എന്നതിൻ്റെ ലിദ് എന്താണ്? സഗീർ എന്നാണോ, കബീർ എന്നാണോ, ബഗീദ് എന്നാണോ, കസീർ എന്നാണോ?
ഉത്തരം ബഈദ് എന്നാണ്. ഖരീബ് എന്നതിൻ്റെ ലിദ്, ഖരീബ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ബഈദ് എന്നാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തിറിൽ ഖത, തെറ്റ് കണ്ടെത്താനാണ്. ഹ ഉലായി, ദാലിക, ലാക്കിൻ, ഉലായിക്ക, ഇതിൽ ഏതാണ് തെറ്റായി എഴുതിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം അറബിയിൽ ചില പദങ്ങളുണ്ട്, അതിൽ ചിലപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കാതെ തന്നെ അക്ഷരങ്ങൾ കളയും, ചിലപ്പോൾ അക്ഷരങ്ങൾ ഏറെ കൊടുക്കും പക്ഷെ അത് ഉച്ചരിക്കില്ല. ഓക്കെ, ഹ ഉലായി എന്നുള്ളിടത്ത് ഹ എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ അലിഫ് വേണം, പക്ഷേ എഴുതുമ്പോൾ അലിഫ് ഉണ്ടാവില്ല. ദാലിക എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫ് വേണം, ദാ എന്ന് പറയുമ്പോൾ, പക്ഷേ ഉച്ചരിക്കുമ്പോൾ പറയുന്ന അലിഫ് എഴുതുമ്പോൾ കാണില്ല. എന്നാൽ സി അതുപോലെ തന്നെയാണ്, സി ലാക്കിൻ എന്ന് പറയുമ്പോഴും അവിടെ അലിഫ് ഉണ്ടാകില്ല, പക്ഷേ ഇവിടെ അലിഫ് കൊടുത്തിട്ടാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ലാക്കിൻ എന്നുള്ളത് തെറ്റാണ്. ഉലായിക്ക എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയാണ്, ഉലായിക്ക എന്ന് പറയുമ്പോൾ അലിഫ് അംസിന് ശേഷം ഒരു വാവ് വരും, അത് അറബിയിൽ സാധാരണയായി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റുള്ളത് ലാക്കിൻ എന്നുള്ളതാണ്. ലാക്കിൻ എന്നിടത്ത് അലിഫ് ഏറെയായി കൊടുത്തിട്ടുണ്ട്, അതാണ് തെറ്റ്. ഓപ്ഷൻ സി ലാക്കിൻ എന്നതാണ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ റഅ എന്നതിൻ്റെ മുത്തറാദിഫ് പര്യായ പദം വജദ. തനാവല എന്നതിൻ്റെ പര്യായ പദം ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദ്യം. തനാവല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണല്ലോ. അപ്പോൾ ഓപ്ഷൻ മനഅ, അഖല, അക്കല, സത്തറ, ഇതിലേതാണ് ശരി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ സി അക്കല എന്നുള്ളതാണ് തനാവല എന്നുള്ളതിൻ്റെ പര്യായ പദം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യമാണ്. മസ്ബു കിതാബി യസ്ദുറു തഹ്ത ഇത്തിഹാദി മുഅല്ലിമിൽ അറബിയ്യത്തി ബി കേരള. കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ കീഴിൽ പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. മസ്മു കിതാബി യസ്ദുറു തഹ്ത ഇത്തിഹാദി മുഅല്ലിമിൽ അറബിയ്യത്തി ബി കേരള. കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ അവർക്ക് KTFൻ്റെ കീഴിൽ പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അൽ മനാർ എന്നാണോ, അത്തൗഹീദ് എന്നാണോ, അൻ നഹ്ല എന്നാണോ, അൽ ഇത്തിഹാദ് എന്നാണോ? എന്താണ് കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ കീഴിൽ പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം നോക്കാം. അൽ ഇത്തിഹാദ്, ഓപ്ഷൻ ഡി അൽ ഇത്തിഹാദ് എന്നതാണ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ. മൻ ഹുവ റഈസുൽ ഇത്തിഹാദി മുഅല്ലിമിൽ അറബിയ്യത്തി ബി കേരള ഹാലിയൻ. ഇപ്പോഴത്തെ കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആരാണ് ഇപ്പോഴത്തെ KTFൻ്റെ പ്രസിഡന്റ്? അബ്ദുൽ ഹക്ക്, അബ്ദുൽ ലത്തീഫ്, സൈനുദ്ദീൻ, മാഹിൻ ബാഖവി, ഇതിൽ ആരാണ് KTFൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ഉത്തരം നോക്കാം. അബ്ദുൽ ഹക്കാണ് ഇപ്പോഴത്തെ KTFൻ്റെ പ്രസിഡന്റ്. 13. മൻ ഹുവൽ ആലിം അൽ മുലഖബ് ബി ഷെയ്ഖുൽ ഹിന്ദ്. ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ആരാണ്? മഹാത്മാഗാന്ധിയാണോ, മഹ്മൂദ് ഹസനാണോ, ജവഹർലാൽ നെഹ്റു ആണോ, ഷബീർ അഹമ്മദാണോ? ആരാണ് ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ? ഉത്തരം നോക്കാം. മഹ്മൂദ് ഹസൻ, ഓപ്ഷൻ ബി മഹ്മൂദ് ഹസനാണ് ഷെയ്ഖുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ. അക്ബർ വിലായത്തിൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കേരള, ആസാം, കാശ്മീർ, രാജസ്ഥാൻ, ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? ഉത്തരം നോക്കാം. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. 15ാമത്തെ ക്വസ്റ്റ്യൻ. മത്താ ഹസലത്തിൽ ലുഅത്തിൽ മലയാളമിയ അലാ മക്കാനത്തിൽ ലുഅത്തിൽ അലീമ. എപ്പോഴാണ് മലയാളത്തിന് ഏറ്റവും വലിയ ഭാഷ എന്നറിയപ്പെടുന്ന സ്ഥാനം ലഭിച്ചത്? വലിയ ഭാഷ എന്ന സ്ഥാനം മലയാളത്തിന് എപ്പോഴാണ് ലഭിച്ചത്? ഏത് വർഷമാണ് മലയാളത്തിന് ഈ ഒരു സ്ഥാനം ലഭിച്ചത്? 2004-ലാണോ, 2014-ലാണോ, 2016-നാണോ, 2015-നാണോ? ഇതിൽ 2013-നാണ്
മലയാള ഭാഷയ്ക്ക് സ്ഥാനം ലഭിച്ചത്. പക്ഷേ ആ ഓപ്ഷനിൽ ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 2013 എന്ന് എല്ലാവരും ഓർത്തു വെക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ സൂറത്താണ്. റുബുൽ ഖുർആനിൻ്റെ 1/4 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. ഖുർആനിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. എന്നാൽ ഖുർആനിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ അത് ഏതാണ് സൂറത്ത്? സൂറത്ത് തോഹ, സൂറത്ത് ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്ത് യാസീൻ. ഏതാണ് ഖുർആനിൻ്റെ 4/1 എന്നറിയപ്പെടുന്ന സൂറത്ത്? ഉത്തരം നോക്കാം. സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ ആണ് റുബുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, അവൽ മുസാഫിരിൻ അറബിയൻ ഖതബ ഫി അൻ വിലായത്തി കേരള. കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി ആരാണ്? കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി ആരാണ്? ഫഹിയാൻ, ഇബ്നു ബത്തൂത്ത, സുലൈമാൻ, അഹമ്മദ് ഷൗക്കി. ഇതിലാരാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി? ഉത്തരം നോക്കാം. ഇബ്നു ബത്തൂത്തയാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായി എഴുതിയ അറബി സഞ്ചാരി. അടുത്തതായി 18ാമത്തെ ക്വസ്റ്റ്യനാണ്, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് കിതാബുൻ മഷ്ഹൂറുൻ മൻ സന്നഫ ഹാദ. മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്നത് പ്രസിദ്ധമായൊരു കിതാബാണ്, പുസ്തകമാണ്. ആരാണ് ഈ പുസ്തകം രചിച്ചത്? ഓപ്ഷൻ എ അബുൽ ഹസൻ അലി നദവി, ഓപ്ഷൻ ബി അബു അലി അന്നദവി, ഓപ്ഷൻ സി അബുൽ ഹുസൈൻ അലി നദവി, ഓപ്ഷൻ ഡി അബു അലി ഹസൻ. ഇതിൽ ആരാണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന മഹത്തായ പ്രസിദ്ധമായ കൃതി രചിച്ചത്? ഉത്തരം നോക്കാം. ഓപ്ഷൻ എ അബുൽ ഹസൻ അലി നദവിയാണ്. അബുൽ ഹസൻ അലി നദവിയാണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, മൻ ഹുവ റായിദ് ഫരീഖ് ക്രിക്കറ്റ് ലി അഫ്ഗാനിസ്ഥാൻ ഹാലിയൻ. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ നജീബുള്ള, ഓപ്ഷൻ ബി മുഹമ്മദ് നബി, ഓപ്ഷൻ സി മുജീബ്, ഓപ്ഷൻ ഡി റാഷിദ് ഖാൻ. ആരാണ് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ? ഉത്തരം നോക്കാം. റാഷിദ് ഖാൻ. ഓപ്ഷൻ ഡി റാഷിദ് ഖാനാണ് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം, മൻ ഹുവ വസീറുൽ മുതഹദ്ദിസ് ഫി കേരള ഹാലിയൻ. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ കേരളത്തിലെ സ്പീക്കർ ആരാണ് എന്നാണ് ചോദ്യം. റിയാസ്, സംസീർ, അബ്ദുറഹ്മാൻ, ജലീൽ. ആരാണ് ഇപ്പോഴത്തെ കേരള സ്പീക്കർ? ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഷംസീറാണ് ഇപ്പോഴത്തെ കേരള സ്പീക്കർ. 20 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നടന്ന അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ നാം പരിചയപ്പെട്ടത്. ഇനിയും ധാരാളം വീഡിയോകൾ നമുക്ക് പരിചയപ്പെടാം, കാണാം. ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.